ഇതാണ് നമ്മുടെ കോളേജിന്റെ ബീച്ച്. ഇന്ത്യയിൽ തന്നെ ബീച്ച് ഉള്ള ഒരേ ഒരു കോളേജാണിത്. ഇത് നമ്മുടെ ഒളിമ്പിക് സൈസ് പൂളാണ് കോളേജിന്റെ. നല്ല പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. പൊതുവെ ടൂറിസത്തിന്റെ പറുദീസ എന്നാണ് ഗോവ അറിയപ്പെടുന്നത്. പിന്നെ മലയാളികളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് ഗോവ. അപ്പോൾ അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിൽ ടൂറിസം സംബന്ധമായിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുക എന്ന് വെച്ചാൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പം മലയാളി കുട്ടികൾക്ക് ഗോവ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണിത്. ഇതാണ് IITTM NIWS ക്യാമ്പസ്. ഗോവയുടെ തീരത്തുള്ള ഒരു കോളേജാണിത്. ഇവിടെ ഞാൻ ചെയ്യുന്നത് MBA ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻ്റ് ആണ്. ഈ ക്യാമ്പസിൽ എന്നെ ആദ്യം ആകർഷിച്ചത് ഇതിൻ്റെ ആർക്കിടെക്ചറും ഇതിൻ്റെ ബീച്ച് വ്യൂവുമാണ്. കടൽ പോലെ വിശാലം തന്നെയാണ് ഇവിടുത്തെ ഓരോ ഫെസിലിറ്റീസും. ഞാൻ കേരളത്തിലെ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഷീസ് ഫ്രം ഭോപ്പാൽ. ഇതുപോലെ നമുക്ക് പല ലാംഗ്വേജസിലുള്ളവരെ ഗോവയിൽ മീറ്റ് ചെയ്യാൻ പറ്റും. സോ ഗോവ സിറ്റിസൺസ് ആയാലും നമുക്ക് പല ലാംഗ്വേജ്, കൾച്ചർ ഇതെല്ലാം നമുക്ക് പ്രോഗ്രാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് എല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ഗോവ നമുക്ക് ഏറ്റവും നല്ല സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. Being a part of this university, it gives us more and more experience. Tourism is in boom in Goa. Being a tourism student, I would suggest everyone to be a part of IITTM Goa. സാധാരണ ഒരു അക്കാഡമിക് സ്റ്റഡീസിന് പുറമെ നമ്മൾ ഈ ടൂറിസം സ്റ്റഡീസ് എന്ന് പറയുന്ന നേരം നമ്മൾ ഈ നേച്ചറുമായിട്ട് ഒത്തിണങ്ങിക്കൊണ്ടാണ് പഠിക്കുന്നത്. മെയിൻലി നമ്മളിപ്പോൾ ക്യാമ്പസ് തന്നെ ഇപ്പോൾ ബീച്ച് സൈഡാണ് വരുന്നത്. ഇപ്പം നമുക്ക് ബീച്ചിലേക്ക് വാക്ക് ഉണ്ടാവാറുണ്ട്, പിന്നെ ഹെറിറ്റേജ് വാക്സ് നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ടൂറിസം ഇൻഡസ്ട്രിയുടെ എക്സ്പോഷർ നല്ലോണം തരും. ഇത് ഗേൾസ് ഹോസ്റ്റലിലെ ഒരു റൂമാണ്. ഈ കാണുന്ന ബീച്ച് വ്യൂ നമുക്ക് എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. ഹോസ്റ്റൽ റൂംസിൽ ഇരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കാം ആൻഡ് കൂളായിട്ട് ഇവിടെ ഇരുന്ന് പഠിക്കുകയെല്ലാം ചെയ്യാം. കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെൻറ്റ്. ഇത് 1983 ആണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. മധ്യപ്രദേശിലെ ഗ്വാളിയറിലാണ് ഇതിൻ്റെ ഹെഡ് ഓഫീസ്. പ്രധാനമായിട്ട് 2 കോഴ്സുകളാണ് ഉള്ളത്. BBA ടൂറിസം മാനേജ്മെൻറ്റ്, MBA ടൂറിസം മാനേജ്മെൻറ്റ്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് BBA ടൂറിസം മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യാവുന്നതാണ്. മിനിമം 50% മാർക്കോട് കൂടി ഏതെങ്കിലും വിഷയത്തിൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഈ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ MBA കോഴ്സ് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. ഡിഗ്രി ഏതെങ്കിലും വിഷയത്തിൽ 50% മാർക്ക് നേടിയ കുട്ടികൾക്ക് MBA കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ 2 കോഴ്സുകളിലും നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. ഓൾ ഇന്ത്യ ലെവൽ എൻട്രൻസ് നടത്തി അതിൽ വിജയിക്കുന്ന കുട്ടികളെ ഇൻ്റർവ്യൂ നടത്തിയാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് ഇന്ത്യയിലെ 5 ക്യാമ്പസുകളിൽ എവിടെ വേണമെങ്കിലും പഠിക്കാവുന്നതാണ്. കേരളത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമായിട്ടുള്ള ക്യാമ്പസ് ഗോവയിലാണുള്ളത്. കേരളത്തിൽ നിന്ന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസ് ഗോവ IITTM ക്യാമ്പസാണ്. ഗോവയുടെ തലസ്ഥാനം പനാജിയിൽ ഡോണപ്പോള എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് നമ്മുടെ 16 ഏക്കർ വിസ്തൃതിയുള്ള ക്യാമ്പസ് സ്ഥിതി ചെയ്യുന്നത്.